ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിക്കാൻ പോയ ചെറിയ സാറിൻ്റെ മോളുടെ കല്യാണം എന്നാണ്. അങ്ങനെ നേരെ ഞാൻ കുളിച്ച് പള്ളിയോടൊപ്പം അടിച്ച് സുന്ദരനായി ബൈക്ക് എടുത്തുകൊണ്ട് നേരെ ചെങ്ങന്നൂരോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ സാറിൻ്റെ വീട്ടിലെ പോയി സെലീറിയോ വൃത്തിയാക്കി കഴുകി സുന്ദരനാക്കിയിട്ടേക്ക് വരുന്നു. നമ്മുടെ കൂടെ പോകാനായിട്ട് 26 സീറ്റിൻ്റെ ബേദലിൻ്റെ വണ്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ ബേദലിലെ ഡ്രൈവറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സാർ ഇറങ്ങി വന്നിട്ട് ഞാൻ ഇന്ന് സിറ്റി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സിറ്റിയൊക്കെ എടുത്ത് പുറത്തിട്ടപ്പോൾ ക്യാമറമാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ 11 മണിയൊക്കെ ആയപ്പോഴത്തേനും കല്യാണ സ്ഥലത്തെത്തി. ചെറുക്കനും പെണ്ണും കയറി കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങി. ഏകദേശം 1 മണിക്കൂർ മേലെ എടുത്തു കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ തീരാൻ. അങ്ങനെ പള്ളിയിലെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുക്കനും പെണ്ണും ഇറങ്ങി വന്നു. ഇറങ്ങി വരുന്ന നവവധുമാരെ കാണാനും അവരോട് ആശംസകൾ പറയാൻ ഒരുപാട് പേർ കാത്തിരിപ്പുണ്ടായിരുന്നു. കൂടാതെ ഒരുപാട് ക്യാമറ കണ്ണുകൾ അവരെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏത് ക്യാമറയ്ക്ക് പോസ് കൊടുക്കണമെന്ന് അറിയാത്ത രീതിയിൽ അവർ പെട്ടുപോയിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ താഴെ ഇറങ്ങിച്ചു. താഴെ ഇറങ്ങി ചെന്നപ്പോൾ നമ്മളെ കാത്ത് മലബാർ ഫുഡ് സപ്ലൈസിൻ്റെ നല്ല വെടിക്കെട്ട് മട്ടൻ ബിരിയാണി നമ്മളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ വയറ് നിറയെ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോഴേക്കും സ്റ്റേജിൽ നമ്മുടെ ചെറുക്കനും പെണ്ണും ഒക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അങ്ങനെ അവിടുന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് ചെറുക്കനും പെണ്ണും വീട്ടിൽ കയറിയതിന് ശേഷം ക്യാമറമാർ കപ്പിൾ ഫോട്ടോഷൂട്ടിനായിട്ട് ചെറുക്കനെ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി. ആ സമയം ഞാൻ ഇവന്മാരുടെ കുസൃതി കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് 5 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ ചെങ്ങന്നൂരുള്ള വീട്ടിലെത്തി. ചെറുക്കനും പെണ്ണും ഇറങ്ങി വീട്ടിൽ കയറിയതിന് ശേഷം എനിക്ക് സാറിൻ്റെ ഒരു സിസ്റ്ററിനെ കൊണ്ട് മാവേലിക്കരയിൽ വിടണമായിരുന്നു. ഞാൻ അങ്ങനെ സെലീറോ എടുത്തുകൊണ്ട് ചേച്ചിയും കൂട്ടി മാവേലിക്കരയിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ സാറിൻ്റെ വീട്ടിൽ കൊണ്ട് കാർ വിട്ട് എൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് ഒരു 7 മണിയൊക്കെ ആയ ശേഷം ഞാൻ വീട്ടിലേക്ക് പോരുന്നു. അപ്പോൾ ഓക്കെ, ബൈ സുഹൃത്തുക്കളെ.